പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്ലസ് വൺ ട്യൂട്ടോറിയൽസ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലെ ചട്പട്ട് ഓർ നട്ട്ഖട്ട് എന്ന പാഠത്തിൻ്റെ കുറച്ചു ഭാഗം പഠിച്ചുവല്ലോ. അടുത്ത ഭാഗത്തേക്ക് കടക്കും മുൻപ് ഇത്തരം ക്ലാസ്സുകൾ നിരന്തരമായി ലഭിക്കുവാൻ പ്ലസ് വൺ ട്യൂട്ടോറിയൽസ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമ്മൾ കേരള സിലബസിലെ 9ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ 1ാം പാഠം ചട്പട്ട് ഓർ നട്ട്ഖട്ട് ആണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഭാഗം ഒന്നും കൂടി ഓർത്താലോ? एक चटपट और नटखट की कहानी है. चटपट बड़ा था और नटखट छोटा. दोनों साथ साथ ही स्कूल आते जाते थे. ഇത് രണ്ട് സഹോദരന്മാരുടെ കഥയാണ്. മൂത്തയാൾ ചട്പട്ട്, ഇളയാൾ നട്ട്ഖട്ട്. ഇൻ ദിസ് സ്റ്റോറി ഓഫ് ടു ബ്രദേഴ്സ്, ദി എൽഡർ ഈസ് ചട്പട്ട് ആൻഡ് ദി യങ്ങർ ഈസ് നട്ട്ഖട്ട്. രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്. ബോത്ത് ഓഫ് ദം ഗോ ടു സ്കൂൾ ആൻഡ് കം ബാക്ക് ടുഗദർ. चटपट तेज चलता था पर नटखट धीरे धीरे. माँ की हिदायत थी कि चटपट को छोटे भाई का ध्यान रखना है. चटपट तेज चलता था पर नटखट धीरे धीरे. चटपट യൂസ് ടു വാക്ക് ഫാസ്റ്റ് ബട്ട് നട്ട്ഖട്ട് സ്ലോലി. ഇവിടെ ഇരുവരും ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നത്. എങ്കിലും നട്ട്ഖട്ട് പതിയെ മാത്രമേ നടന്നിരുന്നുള്ളൂ. ചട്പട്ടാണെങ്കിലോ വേഗത്തിൽ. മാക്കി ഹിദായത്ത് ദി कि चटपट को छोटे भाई का ध्यान रखना है. ചട്പട്ട് തൻ്റെ അനുജനെ കൂടി നോക്കുകയും സംരക്ഷിക്കുകയും വേണം എന്നായിരുന്നു അമ്മയുടെ നിർദ്ദേശം. മദർ സജഷൻ വാസ് ദാറ്റ് ചട്പട്ട് ഷുഡ് ലുക്ക് ആഫ്റ്റർ ആൻഡ് പ്രൊട്ടക്ട് ഹിസ് യങ്ങർ ബ്രദർ. നമ്മൾ ഇതുവരെ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി തുടർന്നുള്ള ഭാഗം നോക്കിയാലോ? बड़े भाई को लगा कि छोटा भाई कुछ ज़्यादा ही नटखट है क्योंकि वह रास्ते में मछलियाँ और बतखें देखने लगता है. बरगद की ऊपर से नीचे आती जड़ें पकड़कर झूलने लगता है. बड़े भाई को क्या लगा? മൂത്ത സഹോദരൻ എന്താണ് തോന്നിയത്? ചോട്ടാ ഭായ് കുछ ज़्यादा ही नटखट है. ദി എൽഡർ ബ്രദർ ഫെൽറ്റ് ദാറ്റ് യങ്ങർ ബ്രദർ ഈസ് നോട്ടി. ഇളയ സഹോദരൻ കുസൃതിക്കാരനാണെന്ന് മൂത്തയാൾക്ക് തോന്നാനുള്ള കാരണങ്ങൾ എന്താവും? ഇവിടെ പാഠപുസ്തകത്തിലെ ഒരു ചോദ്യം നോക്കിയാലോ? നട്ട്ഖട്ട് കുछ ज़्यादा ही नटखट है ऐसा क्यों कहा गया है? നമുക്ക് ആ കാരണങ്ങൾ ഓരോന്നായി നോക്കിയാലോ? വൈ ഡിഡ് ദി എൽഡർ ഫീൽ ദാറ്റ് ഹിസ് യങ്ങർ ബ്രദർ ഈസ് നോട്ടി? ലെറ്റ് us look at the reasons. नटखट रास्ते में मछलियाँ और बतखें देखने लगता है. मछली ഫിഷ് മത്സ്യം, ബതഖ് താറാവ് ഡക്ക്. നട്ട്ഖട്ട് വഴിയിൽ മീനുകളെയും താറാവുകളെയും നോക്കി നിൽക്കും. ഹി വുഡ് വാച്ച് ദി ഫിഷ് ആൻഡ് ദി ഡക്സ് ഹി സോ അലോങ് ദ വേ. ഇനിയുമുണ്ട് കാര്യങ്ങൾ. देयर आर अदर रीजंस. बरगद की ऊपर से नीचे आती जड़ें पकड़कर वह झूलने लगता है. जड़ വേര്, റൂട്ട് പകഡ്ന പിടിക്കുക, ടു ക്യാച്ച് झूलना ആടുക, ടു സ്വിംഗ്. बरगद की ऊपर से नीचे आती जड़ें पकड़कर वह झूलने लगता है. പേരാലിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് കിടക്കുന്ന വേരുകൾ അല്ലെങ്കിൽ വള്ളികൾ പിടിച്ച് അവൻ ആടാൻ തുടങ്ങും. How he swings? He starts swinging by grasping the roots or veins of the banyan tree which are hanging from the top to bottom. അനുജൻ കുസൃതിക്കാരനാണ് എന്ന് ചട്പട്ടിന് തോന്നുവാൻ ഇനിയുമുണ്ട് കാരണങ്ങൾ. ആകെ ദേഖേ. वह रास्ते से खाने की कोई चीज़ खोजने लगता है. आम या अमरूद तोड़ने लगता है. वह खेत से खाने की कोई चीज़ खोजने लगता है. चीज़ സാധനം, വസ്തു, എ തിങ്. ഖോജ്ന അന്വേഷിക്കുക, ടു സെർച്ച്. നട്ട്ഖട്ട് കൃഷിയിടങ്ങളിൽ നിന്ന് തിന്നാൻ എന്തെങ്കിലും അന്വേഷിച്ചു നടക്കും. ഹി സ്റ്റാർട്ട് സെർച്ചിങ് ഫോർ സംതിങ് ടു ഈറ്റ് ഫ്രം ദി ഫീൽഡ്. പിന്നെ എന്തൊക്കെ ചെയ്യും? ആം യാ അമൃത് തോടനെ ലഗ്താ ഹെ. ആം മാങ്ങ, മാംഗോ. അമൃത് പേരയ്ക്ക, ഗുവ ഫ്രൂട്ട്. കൃഷിസ്ഥലങ്ങളിൽ നിന്ന് തിന്നാനായി മാങ്ങയോ പേരയ്ക്കയോ ഒക്കെ പറിച്ചെടുക്കും. മാംഗോ ഓർ ഗുവാസ് ആർ പിക്ഡ് ഫ്രം ദി ഫാംസ് ടു ഈറ്റ്. ഇനിയുമുണ്ട് കാര്യങ്ങൾ, നോക്കിയാലോ? नाले को छलांग लगाकर पार करने लगता है. नीचे बहती नदी को पुल की मुंडेर से निहारने लगता है. नाले को छलांग लगाकर पार करने लगता है. छलांग लगाना കുതിച്ചു ചാടുക, ടു ലീപ്, ടു ജംപ്.
പാർ കർണ അക്കരെ കടക്കുക. ടു ക്രോസ് നട്ട്ഖട്ട് കുതിച്ചു ചാടി തോട് മറികടക്കുന്നു. ഹി സ്റ്റാർട്ട്സ് ക്രോസിംഗ് ദി കനാൽ ബൈ ജമ്പിങ്. നട്ട്ഖട്ടിൻ്റെ കുസൃതി ഇനിയുമുണ്ട്. नीचे बहती नदी को पुल की मुंडेर से निहारने लगता है. पुल പാലം, ബ്രിഡ്ജ്, മുണ്ടേർ കൈവരി, റെയിലിംഗ്, നിഹാർന നോക്കുക, ടു ലുക്ക് താഴെക്കൂടി ഒഴുകുന്ന നദിയെ പാലത്തിൻ്റെ കൈവരിയിലൂടെ നോക്കാൻ തുടങ്ങും. ഹി ബിഗിൻസ് ടു ലുക്ക് ഓവർ ദി ഹാൻഡ് റെയിൽ ഓഫ് ദി ബ്രിഡ്ജ് അറ്റ് ദി റിവർ ഫ്ലോയിങ് ബിലോ. കൂട്ടുകാരെ, നമുക്കിനി പാഠപുസ്തകത്തിലെ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ കഴിയില്ലേ? നട്ട്ഖട്ട് കുച്ച് ജ്യാദാ ഹി നട്ട്ഖട്ട് ഹേ, ഐസാ ക്യോ കഹാ ഗയാ ഹേ. നമുക്കിതിൻ്റെ ഉത്തരം പൂർണ്ണമായും എഴുതി നോക്കാം. നട്ട്ഖട്ട് കോ കുച്ച് ജ്യാദാ ഹി നട്ട്ഖട്ട് കഹാ ഗയാ ഹേ ക്യോങ്കി वह रास्ते में मछलियाँ और बतखें देखने लगता है. बरगद की जड़ें पकड़कर झूलने लगता है. हेर से खाने की कोई चीज़ खोजने लगता है. आम या अमृत तोड़ने लगता है. नाले को छलांग लगाकर पार करने लगता है. नीचे बहती नदी को पुल की मुंडेर से निहारने लगता है. ഈ ആശയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതല്ലേ? ഉത്തരം എഴുതിയെടുത്ത് വായിച്ചു വയ്ക്കുക. വി ഹാവ് ഓൾറെഡി ഡിസ്കസ് പാർട്സ് ഓഫ് ദിസ് ആൻസർ. റൈറ്റ് ഡൗൺ ദി ആൻസർ ആൻഡ് റീഡ് ഇറ്റ് കെയർഫുള്ളി. നമുക്ക് കഥയുടെ തുടർന്നുള്ള ഭാഗം നോക്കിയാലോ? एक दिन दोनों भाई स्कूल से लौट रहे थे. नटखट पुल से नीचे उतर गया और नदी के किनारे जा पहुंचा. कागज की दो नावें पानी में बहाकर वह खुश होकर ताली बजाने लगा. ताली बजाने की आवाज़ सुनकर चटपट ने उसे देखा. चटपट की आवाज़ सुनकर नटखट ने चौंक कर ऊपर देखा. अचानक उसका पाँव फिसला और वह पानी में गिर पड़ा. उसे तैरना भी नहीं आता था. एक दिन दोनों भाई स्कूल से लौट रहे थे. नटखट पुल से नीचे उतर गया और नदी के किनारे जा पहुंचा. लौटना मടങ്ങുക, ടു റിട്ടേൺ. പുൽ പാലം, ബ്രിഡ്ജ് ഉത്തർന താഴെ ഇറങ്ങുക, ടു ഗെറ്റ് ഡൗൺ. കിനാര തീരം, ബാങ്ക്. एक दिन दोनों भाई स्कूल से लौट रहे थे. ഒരു ദിവസം ഇരുവരും സ്കൂളിൽ നിന്ന് മടങ്ങുകയായിരുന്നു. അപ്പോൾ നട്ട്ഖട്ട് എന്തോ കുസൃതി കാണിച്ചു അല്ലേ? അവൻ എന്താവും ചെയ്തത്? नटखट पुल से नीचे उतर गया और नदी के किनारे जा पहुंचा. नटखट पुल से नीचे उतर कर कहाँ पहुंचा? नटखट പാലത്തിൽ നിന്നും താഴെ ഇറങ്ങി നദീതീരത്തെത്തി. Both were returning from school. In the meantime, Nutkhut got down from the bridge and reached the river bank. कागज की दो नावें पानी में बहाकर वह खुश होकर ताली बजाने लगा. कागज की नाव കടലാസ് തോണി, പേപ്പർ ബോട്ട്. ബഹ്ന ഒഴുകുക, ടു ഫ്ലോ. ബഹാന ഒഴുക്കുക, ടു കോസ് ടു ഫ്ലോ. ഖുഷ് ഓന സന്തോഷിക്കുക, ടു ബി ഹാപ്പി. താലി ബജാന കൈകൊട്ടുക, ടു ക്ലാപ്പ് ദി ഹാൻഡ്സ്. നട്ട്ഖട്ട് കെ ഖുഷ് ഹോനെ കാ ക്യാ കാരൺ ഥാ? 2 കടലാസ് വള്ളങ്ങൾ നദിയിലൊഴുക്കി നട്ട്ഖട്ട് സന്തോഷത്തോടെ കൈയടിക്കാൻ തുടങ്ങി. He floated 2 paper boats in the river and started clapping his hands happily. ताली बजाने की आवाज़ सुनकर चटपट ने उसे देखा. चटपट की आवाज़ सुनकर नटखट ने चौंक कर ऊपर देखा. आवाज़ ശബ്ദം, സൗണ്ട്. ചൗങ്ക്ന ഞെട്ടുക, ടു ബി സ്റ്റാർട്ടിൽഡ്. കൈകൊട്ടുന്ന ശബ്ദം കേട്ട് ചട്പട്ട് നദീതീരത്ത് നിൽക്കുന്ന അനുജനെ കണ്ടു. ചട്പട്ട് വിളിച്ചു പറയുന്നത് കേട്ട് നട്ട്ഖട്ട് പെട്ടെന്ന് ഞെട്ടി മുകളിലേക്ക് നോക്കി. ഹിയറിംഗ് ദി സൗണ്ട് ഓഫ് ക്ലാപ്പിംഗ്, ചട്പട്ട് സോ ഹിസ് ബ്രദർ സ്റ്റാൻഡിംഗ് ഓൺ ദി ബാങ്ക് ഓഫ് ദ റിവർ. ഹിയറിംഗ് ദി കോൾ ഓഫ് ചട്പട്ട്, ദി യങ്ങർ ബ്രദർ നട്ട്ഖട്ട് സഡൻലി ലുക്ക്ഡ് അപ്പ് ഇൻ ഷോക്ക്. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? അചാനക് ഉസ്കാ പാവ് ഫിസല ഓർ വഹ് പാനി മേ ഗിർ പട. ഉസേ തൈർന ഭി നഹി ആതാ ഥാ. അചാനക് പെട്ടെന്ന്, സഡൻലി. പാവ് പയർ, കാൽ ഫുട്ട്. ഗിർന വീഴുക, ടു ഫാൾ. തൈർന നീന്തുക, ടു സ്വിം. നട്ട്ഖട്ട് പാനി മേ കൈസെ ഗിർ പട? नटखट नदी के किनारे खड़ा था. चटपट की आवाज़ सुनकर उसने चौंक कर ऊपर देखा. अचानक उसका पाँव फिसल गया और वह पानी में गिर पड़ा.
പെട്ടെന്ന് മുകളിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ നട്ട്ഹട്ടിൻ്റെ കാൽ വഴുതി അവൻ നദിയിലേക്ക് വീണു. അവനാണെങ്കിലോ നീന്താൻ പോലും അറിയില്ല. When he suddenly looked up, his foot slipped and he fell into the river. He doesn't even know how to swim. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. പാഠങ്ങൾ തുടർച്ചയായി ലഭിക്കുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ധന്യവാദ്.